ഒരു 30 ദിവസം കൊണ്ട് ആളുകളിലേക്ക് മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതലായിട്ട് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് എത്തിയേക്കുന്നത്. ഇവിടെ ഞങ്ങൾ ചിന്തിച്ചത് ഒരു ബ്രൈഡ് അല്ലെങ്കിൽ ഗ്രൂം ഒരു കല്യാണത്തിന് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഉള്ള ഫുൾ ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശം. ഇപ്പൊ അതുപോലെ മറിയം ഡിസൈൻസ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇവിടെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ വന്നാൽ ഇവിടുന്ന് ഡ്രസ്സ് കൊടുക്കുക, ആഭരണങ്ങൾ കൊടുക്കുക, മേക്കപ്പും ചെയ്യുക, അല്ല എല്ലാം കൂടി ഒറ്റ പാക്കേജിൽ കിടക്കും. ഐഡിയ ഇവിടെയും പ്രതീക്ഷ അവിടെയാണ്. ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ പോലെയാണ് ഇവിടുത്തെ ഓരോ സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത്. പ്രൈസ് അല്ല, അതിന്റെ ക്വാളിറ്റി നോക്കുമ്പോൾ നമുക്ക് അതിലൊരു കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ തന്നെ അത് ബാധിക്കും. ടെക്സ്റ്റൈൽസിൽ പോകുന്ന പോലത്തെ അല്ല നമ്മുടെ കളക്ഷൻസ്, വളരെ ലിമിറ്റഡ് ആണ്. മറിയം ഡിസൈൻസിലാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമൈസേഷൻ ആണ്. ഏതൊരു ഡിസൈൻ കാണിച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ മുടക്കുന്നേ, അങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതിനൊരു ലാസ്റ്റിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു വേസ്റ്റേജ് അല്ലേ എന്നൊക്കെ ചിന്തിക്കാം. ജെൻസ് അല്ല, ഞങ്ങൾ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു പറയാം. ഞങ്ങൾക്ക് മേക്കപ്പ് ഒന്നും വേണ്ട. അങ്ങനെയാണ് കൂടുതലും ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്തത്. എന്തിനാ, അതിന്റെ ആവശ്യം എന്താ? അത് എമൗണ്ടിന്റെയോ റേറ്റിന്റെയോ സമയം പോകുന്നതിന്റെ അല്ല, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നതെന്ന്. നിങ്ങൾക്ക് സാധാരണ ഒരു ദൈവം തന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതിലൊക്കെ നിന്നാ പോരെ. എല്ലാവരും 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് നല്ല റിവ്യൂ പറഞ്ഞാണ് എല്ലാവരും ഇറങ്ങുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പൈസേനേക്കാളും ഉപരി സമയം മാറ്റി വെച്ച് അതിൽ ഫോക്കസ് ചെയ്താലാണ് സക്സസ് ആവുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. ഈ അതിഥികളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു സ്ഥാപനത്തെ കുറിച്ചാണ് പറയേണ്ടത്. നമ്മുടെ ഏറ്റുമാനൂര് ഇപ്പോൾ ഈ ഒരു 10-30 ദിവസം കൊണ്ട് തന്നെ ആളുകളുടെ ഇടയിലേക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങിച്ചെന്നൊരു സ്ഥാപനം, ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട, ഭയങ്കര അഭിപ്രായം പറയുന്നൊരു സ്ഥാപനം. എന്നാൽ പിന്നെ വിട്ട് കളയേണ്ട, അതിൻ്റെ അമരക്കാരെ തന്നെ ഇന്ന് പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ ഏറ്റുമാനൂർ ജംഗ്ഷനിൽ പട്ടിത്താനത്ത് തന്നെയുള്ള ഒരു സ്ഥാപനമാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ബ്യൂട്ടി ബാർ ബൈ തെരേസ്. അതുപോലെ തന്നെ മറിയം ഡിസൈൻസ്. ഈ 2 സ്ഥാപനത്തിൻ്റെയും അമരക്കാർ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. തെരേസ് ആൻഡ് അജിത്, നമസ്കാരം, വെൽക്കം ടു യുവർ ഷോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും സെറ്റപ്പിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് കുറച്ചും കൂടി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള, ഇത് ഡെവലപ്ഡ് അല്ലെന്നല്ല പറയുന്നത്, ഇപ്പോൾ എറണാകുളം പോലത്തെ ഒരു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും മെയിനായിട്ട്. കാരണം ഇത്രയും സെറ്റപ്പിൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അപ്പോൾ ഇവിടെ ഇടാനുള്ള ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു? കോട്ടയം അത്ര അൺഡെവലപ്ഡ് അല്ല. പിന്നെ നമ്മൾ എറണാകുളത്ത് എല്ലാവർക്കും, അതായത് കോട്ടയംകാർക്കും അല്ലെങ്കിൽ അതായത് കേരളത്തിലെ ഫുൾ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും വെച്ച ഒരു കൊച്ചി അല്ലെങ്കിൽ എറണാകുളമാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. നമുക്കതൊന്ന് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ കോട്ടയം അത്ര ചെറുതല്ല, മോശമല്ല എന്നൊന്ന് കാണിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാർ, അല്ലെ? നമുക്ക് ഇവിടെയും കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളെടുത്തേക്കുന്ന റിസ്ക് ആണ്. കാരണം ഇത്രയും സെറ്റപ്പിലൊക്കെ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞു വരണം. പക്ഷെ തുടങ്ങി ഇപ്പോൾ ഒരു 30 ദിവസം ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആരുടെ ആയിരുന്നു ഈ ഐഡിയ? പുള്ളിയുടെ തന്നെയാണ്. മർച്ചന്റ് നേവിയിലല്ലേ വർക്ക് ചെയ്യുന്നത്? അവിടെ ഇരുന്നുകൊണ്ടാണ് ഫുൾ പ്ലാനിങ് കംപ്ലീറ്റ്. പ്ലാനിങ് ആണ്, പക്ഷേ ഇവളെയാണ് എൻ്റെ പ്രതീക്ഷ. ഐഡിയ ഇവിടെയും പ്രതീക്ഷ അവിടെയാണ്. ഓക്കെ, നമുക്കൊരു പെണ്ണുങ്ങളുടേതായ ഒരു ഫീൽഡിൽ ഇവൾക്ക് കുറച്ച് കഴിവുണ്ടെന്ന് കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സ് സെലക്ഷൻ ആണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്. അപ്പം അത് വെച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ തൊട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എവിടെയാണ് ലൊക്കേഷൻ നോക്കി. അപ്പം കുറച്ച് കഴിഞ്ഞ കൊല്ലം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പം വീട്ടിലെ അമ്മ ആ സമയത്ത് മരണപ്പെട്ടതിനാൽ നമുക്ക് കുറച്ച് തള്ളിപ്പോണ്ട് വന്നു. അപ്പോൾ ആ സമയത്ത് പാലായി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അതിനുശേഷം ആ ലൊക്കേഷൻ പോയതുകൊണ്ട് നമ്മൾ വീണ്ടും കോട്ടയത്തോട്ട് വന്നു. കോട്ടയം ഏറ്റുമാനൂർ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ, റൗണ്ടാന അടുത്ത് തന്നെ സ്ഥലം കിട്ടിയപ്പോൾ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഞങ്ങള് ഒരു കുറച്ച് 8-10 ദിവസം ഈ ഇവിടെ നിന്ന് കോട്ടയം വരെ ഡെയിലി പോവായിരുന്നു. പാല കോട്ടയം ലൊക്കേഷൻ നോക്കിയിട്ട് ഫോർ റെന്റ് കാണുന്നുള്ള എല്ലാ സ്ഥലത്തേക്കും 2 സൈഡിലും എല്ലാ സ്ഥലത്തേക്കും വിളിച്ച് ചോദിച്ച് അങ്ങനെ കുറെ ദിവസം സെർച്ച് ചെയ്തു. കഴിഞ്ഞ വർഷവും ചെയ്തു, ഈ വർഷവും ചെയ്തു. പക്ഷെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അപ്പം വീട്ടിലെ ഒരു അവസ്ഥ വെച്ച് പാലായായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പൊ പാലായില് ഒരു ലൊക്കേഷനൊക്കെ കണ്ടു. മീൻസ് അതൊരു ഫ്രണ്ട് വഴി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എഗ്രിമെന്റ് എഴുതേണ്ടി വന്നില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയി ലൈസൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നപ്പോഴാണ് വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. പിന്നെ എൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്
പിന്നെ അങ്ങ് അത് വേണം വെച്ചു. പിന്നെ കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കൊച്ചിന്റെ ബർത്ത്ഡേക്കാണ് പിന്നെ അജിത്ത് വന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ സംഭവം പിന്നെ ലൊക്കേഷൻ മാറ്റി പിടിക്കാം എന്നാൽ പിന്നെ പാലയേക്കാളും കുറച്ചുകൂടെ ഒരു ഡെൻസിറ്റി കൂടിയ ഒരു ഏരിയ ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു പബ്ലിസിറ്റി ഉള്ള സ്പേസ് ആണ്. ഇപ്പോൾ കോട്ടയത്തിനായാലും എറണാകുളത്തിനായാലും ഒക്കെ ആൾക്കാർക്ക് ഒരു പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ലൊക്കേഷൻ പിന്നെ കുറേ സ്ഥലം പോയി വിസിറ്റ് ചെയ്തു. ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഇവിടെ വന്നിട്ട് ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ഒന്നും ഉണ്ടാവില്ല, തിരക്കുള്ള സ്ഥലമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് പ്രോപ്പർ ടൗൺ വേണമെന്നില്ലായിരുന്നു, പക്ഷെ ഒരു ഒതുക്കം വേണം, എന്നാൽ ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ട് ആയിരിക്കണം, സെന്റർ ആയിരിക്കണം, ആക്സസ് ചെയ്യാൻ എളുപ്പം ഉണ്ടായിരിക്കണം, പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം, വ്യൂ ഉണ്ടായിരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സിറ്റിയുടെ നടുക്ക് വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതെല്ലാം കൊണ്ടും കറക്റ്റ് ആണ് അല്ലേ? എല്ലാവരും പോകുന്ന ഒരു ജംഗ്ഷനിൽ തന്നെ നമുക്ക് കിട്ടി. ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുമായിരുന്നു, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ രണ്ട് സ്പേസും കണ്ടത്. ഓക്കെ ഓക്കെ, എന്തായാലും അടിപൊളി. അപ്പൊ ഈ മറിയം ഡിസൈൻസ് ഇതിന്റെ കൂടെ തന്നെ പ്ലാനിലുണ്ടായിരുന്നു? പ്ലാൻ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് അത്ര ബഡ്ജറ്റും ആഗ്രഹമുണ്ട്, ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തോറും റേറ്റ് കൂടുതലാണ്. കോട്ടയത്തോട് അടുക്കുന്തോറും നമ്മുടെ സ്പോട്ടിന് റെന്റ് കൂടുതലാണ്, പിന്നെ കോമ്പറ്റീഷനും കൂടുതലാണ് ആ സൈഡിലായിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഈ സലൂണിന്റെ അകത്തെല്ലാം കൂടെ ചെയ്യാന്നുള്ള ഒരു സെറ്റപ്പ് ആഗ്രഹമില്ലായിരുന്നു. ചെയ്യുവാണെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് വേണം, പക്ഷെ എനിക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും ആയിരിക്കണം എന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഒന്നെങ്കിൽ റെന്റ് ഒക്കില്ല, അല്ലെങ്കിൽ സ്പോട്ട് ശരിയാവത്തില്ല, അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ഒന്നേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, സലൂണിന് വേണ്ടി മാത്രം നോക്കിയുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്തോ ഭാഗ്യം കൊണ്ട് രണ്ടും ഒപ്പം വേക്കൻ്റ് ആയിരുന്നു. അത് ഒരുമിച്ച് കറക്റ്റ് ആ സ്ക്വയർ ഫീറ്റും ഏരിയ ഒക്കെ നമുക്ക് രണ്ടിനും കൂടെ പറ്റുന്ന രീതിക്ക് കറക്റ്റ് കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല. അടിപൊളി. എന്തായാലും ഇപ്പൊ നമ്മള് സ്ഥാപനമൊക്കെ തുടങ്ങി മുമ്പോട്ട് പോകണം. ഞാൻ ജസ്റ്റ് ഇതിന്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ താല്പര്യം കാണിച്ചത് മാമാണ്. മുമ്പ് മുതൽ ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നു? അതായത് സലൂൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാ, അതിന് മുന്നേ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്യാറുണ്ട് അല്ലേ? മറ്റേ ഫ്രീലാൻസ് ആയിട്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര ഫേമസ് ആയിട്ടാണോ അതെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്യുന്നു, ആഗ്രഹം കൊണ്ട് ചെയ്യുന്നു, അതിന് പ്രതിഫലം കിട്ടുന്നു, ആ രീതിക്ക് അങ്ങ് പോകുന്നു. സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ശരിക്കും അവൈലബിൾ ആയിട്ട്? ഇവിടെ ഞങ്ങള് ചിന്തിച്ചത് ഒരു ബ്രൈഡ് അല്ലെങ്കിൽ ഗ്രൂം ഒരു കല്യാണത്തിന് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഉള്ള ഫുൾ ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശം. അതായത് മെയിൻ ആയിട്ടൊരു കല്യാണം എന്ന് പറയുമ്പോൾ മേക്കപ്പ്, കോസ്റ്റ്യൂം, ജ്വല്ലറി, അപ്പൊ അത് മൂന്നും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഫുള്ളായിട്ട് നമ്മുടെ അടുത്ത് ഒരു ഫുൾ പാക്കേജ്ഡ് ആയിട്ട് നിന്നോളൂല്ലോ. അതായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം. അതിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ എത്തി എന്ന് വിചാരിക്കുന്നു. അതെ, ഇപ്പൊ ഈ മേഖലയിൽ ഡെയിലി അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മെഷീനറീസ് ആണെങ്കിലും പ്രൊഡക്ട്സ് ആണെങ്കിലും എല്ലാം, സ്റ്റൈലുകളാണെങ്കിലും എല്ലാ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് മുമ്പേ ഉള്ള സ്ഥാപനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ട് അവർക്ക് വരണം. പക്ഷെ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ ഒരു മേക്കപ്പിന് വേണ്ടിയിട്ട് കാര്യം ഞാൻ ഫസ്റ്റ് അതായത് ഫ്രീലാൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡിപ്ലോമ ആ കോഴ്സാണ് ഞാൻ മേക്കപ്പിന് വേണ്ടി ചെയ്തത്. പക്ഷെ അതുകൊണ്ട് ആവത്തില്ല, മീൻസ് മോശമാണെന്നല്ല പറഞ്ഞേ. പക്ഷേ ഞാനൊരു സലൂണിലേക്ക് അല്ലെങ്കിൽ ഫുൾ പ്രൊഫഷണൽ ആയിട്ട് നിൽക്കണമെങ്കിൽ അത് മാത്രം പോരാ, പിന്നെ ഞാൻ പോയി മേക്കപ്പ് തന്നെ വീണ്ടും പോയി പഠിച്ചായിരുന്നു. അപ്പോൾ അത് ലേറ്റസ്റ്റ് ടെക്നോളജീസ്, ലേറ്റസ്റ്റ് ഇപ്പം നമുക്ക് മേക്കപ്പിനാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വാട്ടർ പ്രൂഫ്, ഗ്ലാസ് സ്കിന്ന്, HD, പിന്നെ എയർ ബ്രഷ്, അങ്ങനെ പല പല ടൈപ്പ് മേക്കപ്പുകളുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളത് തന്നെ തുടങ്ങാം എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ ഈ ജസ്റ്റ് ഇവിടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ ആളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പോയ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കൂടെ കഴിഞ്ഞിട്ടാണ്, അതായത് ഫുൾ ആയിട്ട് ഒരു അപ്ഡേറ്റഡ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നതെന്നുള്ളത് നമുക്കൊരു ബോധ്യം വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് അത് ഫുള്ളായിട്ടൊരു ആയി അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് എത്തിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആയാലും മെഷീനറീസ് ആയാലും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു സലൂണിന് വേണ്ടിയിട്ടുള്ള എല്ലാം, അതായത് മറ്റുള്ളൊരു മികച്ച ഒരു സലൂണുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ. പ്ലസ് ഇപ്പൊ നമുക്കൊരു ഗ്രൂം ആണെങ്കിലും ഇവിടെ ബ്രൈഡ് ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡ്രസ് ആണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് പോകാം. എല്ലാ ഓപ്ഷനും ഇവിടെ തന്നെയുണ്ട്. മറി ഡിസൈൻസിലാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമൈസേഷൻ ആണ്. അതായത് റെഡിമെയ്ഡിനേക്കാളും
ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു ബ്രൈഡ് ആയിക്കോട്ടെ ഗ്രൂം ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ തീമിൽ ഏത് പാറ്റേണിൽ നമ്മുടെ ഡിസൈനർ അതിന് വേണ്ടിയിട്ട് റെഡിയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് നമുക്ക് കൂടുതലും ഡയബിൾ ഫാബ്രിക്സ് ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏത് കളർ തീമിനും അവർക്കൊരു തീം ഉണ്ടാവില്ല. ഇപ്പം മിക്ക എല്ലാ കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും തീം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫുൾ ഫാമിലിക്ക് വേണമെങ്കിൽ അങ്ങനെ ആ ഒരു കളർ തീം അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ എന്തുണ്ടോ അവർക്ക് എന്താണ് ആഗ്രഹം അത് ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ പലരും ഇപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ കല്യാണം അതൊക്കെ ആയിട്ട് ഈ വിശേഷ ദിവസങ്ങൾ അടുപ്പിച്ചായിരിക്കും പലരും ലീവിന് ഇവിടെ എത്തുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഇത് ചെയ്യാൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ചിലപ്പോൾ കറക്റ്റ് ടൈമിലെല്ലാം കിട്ടിയെന്ന സീസണൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിലേ വരും. നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ്. അതുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. കാരണം നമ്മൾ ഇങ്ങനെ ഇരുന്നിരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് മാത്രമേ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. പുറത്തുള്ള ആൾക്കാർ ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലീവ് ആ ലിമിറ്റഡ് പീരീഡിലേക്കാണ് നാട്ടിലെത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വലിയ വലിയ കടകളിൽ പോയി ജസ്റ്റ് ഷോപ്പ് പോയി അതിൻ്റെ അകത്ത് കുറേ മിസ്റ്റേക്കുകൾ ചിലപ്പം നേരത്തെയൊക്കെ കുറച്ച് കാലം മുന്നാണ് ഈ ബൊട്ടിക്കുകളും ഡിസൈനിങ് ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡയറക്റ്റ് വരുന്നു എടുക്കുന്നു ഫംഗ്ഷന് പോകുന്നു അങ്ങനെയാണ് ജസ്റ്റ് ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ. പക്ഷെ ഇപ്പോൾ ഒത്തിരി മാറിയല്ലോ. ഇപ്പം ഇങ്ങനെ അതിന് വേണ്ടിയിട്ടാണല്ലോ ഡിസൈനർ സ്റ്റുഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആൾക്കാരെ കൂടുതൽ അവരുടെ ഒരു താല്പര്യം അറിഞ്ഞ് അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണല്ലോ മെയിൻ ആയിട്ടും ഈ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വരാനുള്ള ഒരു മെയിൻ കാരണം അത് തന്നെയാണല്ലോ. എവിടെ ഇരുന്നായാലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഹാൻഡ് എംബ്രോയിഡറി വേണമെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഓൺലൈൻ അവരുടെ സജഷൻ അനുസരിച്ച് അവരുടെ റെഫറൻസ് എന്ത് തന്നാലും നമുക്ക് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. അത്രയും കോൺഫിഡൻസിൽ നമ്മൾ പറയുന്നത് അടിപൊളി. ഏതൊരു ഡിസൈൻ കാണിച്ചാലും നമുക്ക് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ബ്രദറിനോട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങി, ബ്യൂട്ടി ബാർ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് പ്രോഡക്ട്സ് ഇത്ര ഉള്ളതെന്നൊക്കെ മനസ്സിലായോ? തീർച്ചയായും അറിയായിരുന്നോ ഇത്രയധികം സാധനങ്ങൾ? ഇത്രയും കാര്യങ്ങളെ പറ്റി അറിയില്ലായിരുന്നു. നമുക്ക് ആപ്പാട് അറിയാവുന്നത് നമ്മുടെ കുറച്ച് ടച്ചപ്പ് ഐറ്റംസ്, കുറച്ച് ലിപ്സ്റ്റിക് ഐറ്റംസ്, പിന്നെ കുറച്ച് ഹെയറിന്റെ കുറച്ച് സ്പ്രേകളെ കാര്യങ്ങളൊക്കെ അറിയത്തില്ലായിരുന്നു. ഇത് തുടങ്ങിയ പിന്നെയാണ് നമുക്ക് ഓരോ പ്രോഡക്ട്സിനെ പറ്റി ഇന്റർനാഷണൽ ആണെങ്കിലും നാഷണൽ ആണെങ്കിലും ഇതിന്റെ വിലയും ഇത്ര ചെറിയ പാക്കറ്റിനൊക്കെ അതിന്റെ വിലയും കാര്യങ്ങളും കേട്ടാണല്ലോ നമ്മള് നമ്മുടെ മൊത്തം ആ ബഡ്ജറ്റിന് അങ്ങോട്ട് മാറിപ്പോകുന്ന രീതിയിൽ വില വരുന്നത്. നമ്മള് എന്തായാലേ ആദ്യമൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ കുറച്ച് ടച്ചപ്പും ലിപ്സ്റ്റിക്കും ഇതൊക്കെ പോരെ, കുറച്ച് കോംബോ മേടിച്ച് വെച്ചാൽ പോരെ. ഇവിടെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലിസ്റ്റുകൾ. അപ്പൊ ഞാനിത് പുറത്തുനിന്ന് വരുമ്പം ഇത് പുറത്തുനിന്ന് രാജ്യങ്ങളിൽ മേടിക്കാൻ നോക്കുന്നത്. അപ്പം ഇതിനുവേണ്ടി ബഡ്ജറ്റ് മാറ്റി വെച്ചേക്കുന്ന പൈസയുടെ പകുതി തന്നെ അല്ല ലിസ്റ്റിന്റെ പകുതി മേടിക്കുന്നത് തന്നെ ഫുൾ ബഡ്ജറ്റ് തീരും. ആ രീതിക്കുള്ള വിലകളാ പുറത്ത്. അത് ഒരു പക്ഷെ കുഴപ്പമില്ല, പ്രൈസ് അല്ല അതിന്റെ ക്വാളിറ്റി നോക്കുമ്പം നമുക്ക് അതിലൊരു കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ തന്നെ അത് ബാധിക്കും. അപ്പൊ നമ്മള് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് പ്രൊഡക്ട്സ് ആണെങ്കിലും അത് ഹൈ ക്വാളിറ്റിയിൽ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. കാരണം ഇപ്പൊ സലൂൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പൊ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വളവിലുണ്ടാവും അടുത്തത് ഇഷ്ടം പോലെയാണ്. അപ്പൊ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ സർവീസിന്റെ ഒരു ക്വാളിറ്റി കൊണ്ട് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷം ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അല്ല, ഞാനും പറഞ്ഞിട്ടുണ്ട് ആ കാര്യം മാറ്റും. 0% ആണ് ഇവിടുത്തെ ലോ ക്വാളിറ്റി ഐറ്റംസ്. അതായത് നമ്മുടെ ഈ നാട്ടിൽ കംപ്ലൈന്റ് വരുന്ന ഐറ്റംസ്, മെർക്കുറിയുടെ കണ്ടന്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ നമുക്ക് ലാഭം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അങ്ങനത്തെ സംഭവമില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% സൂപ്പർ ആയിരിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആൾക്കാർ ഈ 30 ദിവസം കൊണ്ട് ഇത്രയധികം റിവ്യൂ വരാൻ കാരണം. അത് ഇപ്പൊ കാര്യം നമുക്ക് നോക്കാം. ഒരു ഏതേലും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്രൈഡ് അല്ലെങ്കിൽ ഒരു ബ്രൈഡാണ് കൂടുതൽ പറയേണ്ടത്. അവരുടെ ഒരു കല്യാണം എന്ന് പറയണത് ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, ലോവർ മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, അപ്പർ മിഡിൽ ക്ലാസ് ഞാൻ പറയുന്നില്ല, അവരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ജോലി ചെയ്തിട്ടായാലും അവരുടെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കുറേ സ്വപ്നങ്ങളുണ്ടാവും. അവരതിനു വേണ്ടിയിട്ട് കുറേ കരുതിയിട്ടുണ്ടാവും. അതിന് മുടക്കാൻ ഇന്നത്തെ കാലത്ത് ഭയങ്കര, അത് നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ ചിലവാക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് അവരുടെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരിക്കാം. അപ്പം അങ്ങനെ ആൾക്കാർക്ക് മുടക്കാനും ചെയ്യാനും മടിയില്ലാത്തൊരു ഫീൽഡാണ് ബ്യൂട്ടി, മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, ഡ്രസ്സ്. അത് ചിലപ്പോൾ ഒറ്റ ദിവസം ചിലപ്പോൾ നമുക്കൊരു അത്ഭുതമായിരിക്കാം. ചിലപ്പം ബാക്കിയുള്ളവർക്ക്, ചിലപ്പോൾ ജെൻസിനായിക്കോട്ടെ, ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിക്കോട്ടെ, അവർ ചിന്തിക്കുമ്പോൾ ലോജിക്കലായിരിക്കില്ല. ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ മുടക്കുന്നേ, അങ്ങനെ ഒരു ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതിനൊരു ലാസ്റ്റിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു വേസ്റ്റേജ് അല്ലേ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അത് അവരുടെ കുറെ കാലത്തെ ആഗ്രഹമായിരിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെലവാക്കാൻ ആൾക്കാരും ഉണ്ട്.
അവരെ സ്വീകരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ അവർക്ക് നല്ലൊരു സർവീസ് അല്ലെങ്കിൽ അവർ ആ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിന് നല്ലൊരു റിസൾട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പൊ അവിടെ നമ്മൾ അതിനെ വെറുതെ കാണാൻ പറ്റില്ല, അവർക്ക് ആ നല്ല സർവീസ് തന്നെ കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഉള്ളവർക്ക് മുടക്കാൻ എന്തും ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പം എല്ലാം ചെയ്യാനും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ കയ്യിൽ ഉള്ളത് വെച്ച് നല്ല രീതിക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്ത് തരുന്നോ അതിന്റെ ഇരട്ടി റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് പ്രൊഡക്ട്സുകൾ വിദേശത്തു നിന്നാണോ കൂടുതൽ പർച്ചേസ് ചെയ്തേക്കുന്നത്? കാരണം ഒരു മർച്ചന്റ് നേവിയിൽ കുറെ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളും കൂടിയാണ്, അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ പോകുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ ഇതേപോലത്തെ ബ്യൂട്ടി നമ്മുടെ സലൂണുകളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രൊഡക്ട്സിലാണ് ഞാൻ മെയിനായിട്ട് കൊണ്ടുവന്നാക്കുന്നത്. മെഷീനറി സലൂണിന്റെ മെഷീനറീസും നമുക്ക് മെഷീനറീസ് പറഞ്ഞാൽ ടൂൾസ്, ഹോട്ട് ടൂൾസ് കാര്യങ്ങളൊക്കെ വലിയ മെഷീനറീസ് അല്ല, ഹീറ്റിംഗ് ഹോട്ട് ടൂൾസ് ഒക്കെ നമ്മൾ കുറച്ച് പുറത്തുനിന്ന് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും വരുമ്പം മെയിൻ ആയിട്ടും അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിൽ 1-2 ആണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പല സമയത്തായിട്ട് കൊണ്ടുവന്ന കുറെ ഐറ്റംസ് ടൂൾസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ ടൂൾസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പം കമ്പനിക്കാർ തന്നെ പറയുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ മാസം കാണിച്ച സാധനം ആയിരിക്കില്ല അടുത്ത മാസം ചോദിച്ചു കഴിഞ്ഞാൽ തരുന്നതെന്ന്. അതിന് അത്രയും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും, കാരണം അത്രയും റിക്വയർമെന്റ്സ് ഉണ്ട് ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ അവരും അതിനനുസരിച്ചുള്ള ഇൻവെൻഷൻസ് നടത്താനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അതെ അതെ. ഇപ്പൊ ഈ രംഗത്തെ സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴും ഉണ്ട് കുറെ പേര്, വെഡിങ്ങിലല്ല അല്ലാതെ തന്നെ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് ടിപ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അബദ്ധം പറ്റിയേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ഈ പല ക്രീമുകൾ, പല പല അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അതിൽ വീണിട്ട് ക്രീം മേടിച്ച് വരട്ടി ഫേസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആളുകൾ ഇവിടെ വരാറുണ്ടോ അബദ്ധം പറ്റിയതിനു ശേഷം? അബദ്ധം പറ്റിയതിനു ശേഷമോ? മേക്കപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് അതോ എങ്ങനെയാ? സ്കിൻ കെയർ മേക്കപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നെങ്കിൽ പ്രോപ്പർ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവില്ല, ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും കുറേ യൂട്യൂബ് ട്യൂട്ടോറിയൽസ് കണ്ടിട്ടും അത് പഠിക്കാൻ, അതായത് പ്രോപ്പർ വേ ആയിരിക്കില്ല, പക്ഷെ അവരൊരു ആഗ്രഹം കൊണ്ടും ആ ഒരു ഇഷ്ടം കൊണ്ടും ചെയ്യുമ്പോൾ ചിലപ്പം ഔട്ട്ലുക്ക് കൊള്ളായിരിക്കാം. കുറച്ചിപ്പം ലേഡീസ് അല്ലേ, ലിപ്സ്റ്റിക്ക്, ഫേസ് ക്രീം അല്ലെങ്കിൽ ഫേസ് പ്രോഡക്ട്സ്, ഫൗണ്ടേഷൻ ഒക്കെ കുറെ കാലം കൊണ്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ലുക്കൊക്കെ വരാം. പക്ഷെ അവർക്ക് പ്രോപ്പർ പ്രൊഡക്റ്റ് നോളജ് കാണില്ല. കാരണം അവരൊരു എന്താ പറയുന്നത്, ടെക്നിക്കലി അവരതിനെ കുറിച്ച് പഠിക്കുന്നില്ലല്ലോ, ജസ്റ്റ് വീഡിയോസ് കാണുന്നുള്ളൊരു നോളജ് അല്ലേ ഉള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് നോളജ് കുറവായിരിക്കാം. പിന്നെ സെൽഫായിട്ട് അവരുടെ ഒരു ടൈപ്പ് ഓഫ് സ്കിന്നുകളുണ്ടല്ലോ, സ്കിന്നിനെ പറ്റിയുള്ള ഒരു അനലൈസും അവർക്ക് കുറവായിരിക്കാം. പക്ഷേ അവർ കാണുന്ന പ്രൊഡക്ട്സിന്റെ ഒരു പബ്ലിസിറ്റി, അതായത് അവരുടെ ആ ഒരു ആഡ്സും പരസ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് അതിനിങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് കേട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും പരസ്യങ്ങളിലാണല്ലോ വീഴുന്നത്. അപ്പൊ അത് കേട്ടിട്ടും പലരുടെ റിവ്യൂ കേട്ടിട്ടായിരിക്കും ഇവർ ഓരോ പ്രൊഡക്ട്സ് മേടിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് ചിലപ്പോൾ അവരുടെ സ്കിന്നിന് അത് ചേരണമെന്നില്ല, അവര് ആ വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഇല്ലാതെ ആയിരിക്കും അത് ഉപയോഗിക്കുന്നത്, അതുവഴി വരുന്നത്. പക്ഷെ അതാരും തെറ്റ് പറയാൻ പറ്റില്ല. ചിലവരിങ്ങനെ പോകുന്നത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ പെട്ടെന്നൊന്ന് റെഡി ആവണമെങ്കിൽ കയ്യിലുള്ള സാധനങ്ങൾ മതിയെന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. അതാരുടെയും തെറ്റുമല്ല കുറ്റമല്ല. പക്ഷെ നമ്മൾ നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇത് തന്നെയാണ് പോകുന്നതെന്ന്, പക്ഷെ അത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ പറ്റത്തില്ല. കാരണം അത് പറ്റത്തില്ല. പിന്നെയും കുറച്ചുകൂടെ അവയർനെസ്, നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സിനെ പറ്റി നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ യൂട്യൂബ് കണ്ട് ചെയ്യാൻ പഠിക്കുന്ന നേരത്ത് പ്രോപ്പർ ആയിട്ടുള്ള സ്കിന്നിനെ പറ്റിയുള്ള ഇതും അതിന്റെ പ്രൊഡക്റ്റ് നോളജും കൂടെ കിട്ടുവാണെങ്കിൽ അതും കൂടെ ഒപ്പം പഠിച്ചിട്ട് സ്വന്തം ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ല. അതല്ലാതെ എനിക്ക് വേറൊരാൾ ചെയ്തത് കണ്ട് അതുപോലെ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അന്നേരം അങ്ങനെയാണ് പണി കിട്ടുന്നത്. ഓക്കെ. ഈ അതുപോലെ ഹെയറിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മുടെ കണ്ടുവരുന്നൊരു പ്രവണതയാണ്, നമ്മൾ ജനിച്ച അന്ന് തൊട്ട് ഈരി വെക്കുന്ന ഒരു സ്റ്റൈലായിരിക്കും മരണം വരെ മിക്കവരും ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അയ്യോ അതെനിക്ക് പറ്റില്ല, എൻ്റെ സ്റ്റൈൽ ഇതാണെന്നും മനസ്സിൽ ഉറപ്പിച്ച ആൾക്കാരുണ്ടാവും. പക്ഷെ ചില സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോഴായിരിക്കും അവർ മാറ്റി കാണിച്ചു കൊടുക്കും, ഇത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? പിന്നെ പുതിയ പുതിയ ട്രെൻഡിലേക്ക് ഫേസും നമ്മുടെ ഇപ്പം നമ്മുടെ ഒരു ഡ്രസ്സിങ് സെൻസ് തന്നെ ഓരോ വർഷവും ഫാഷൻ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമല്ലേ. അതിനനുസരിച്ച് നമ്മുടെ ബോഡിയും ഹെയർ സ്റ്റൈലും എല്ലാം ഇപ്പോൾ നോർമലി കണ്ടിട്ടുണ്ട്, എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ പാടില്ല, ഒരു ടീൻസ് അല്ലെങ്കിൽ കോളേജ് ടൈമിലെ ആൾക്കാർ, അല്ലെങ്കിൽ ജെൻസിന്റെ കേസിലായിട്ട് പ്രത്യേകിച്ച് അവരൊരു 30-40s ആ സമയത്തായിരിക്കും കുറച്ചുകൂടെ യങ് ആയിട്ട് കാണുന്നത്. കാരണം അവർ ആ സമയത്താണ് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അവർ കുറച്ചുകൂടെ അവരുടെ കോളേജ് കാലഘട്ടത്തിനേക്കാളും കുറച്ചുകൂടെ യങ് ആയിട്ട് ഇപ്പം
ഇപ്പം അവർ കുറച്ചുകൂടെ അതിന്റെ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നേരം എന്ന് പറയണത് ആ മറ്റുള്ളവരെ കാണിക്കുക, ആ പ്രായത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നേരെ തിരിച്ച് അവർ കുറച്ചുകൂടെ ഹെൽത്ത്, ഡ്രസ്സ്, കോസ്റ്റ്യൂം, ഹെയർ സ്റ്റൈൽ എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നടക്കുന്ന ആൾക്കാരെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണാൻ പോകുന്നത്. എപ്പോഴും ആൾക്കാർ മാറാനാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു സ്ഥിരം സ്റ്റൈലിൽ നിന്ന് മാറ്റി പിടിക്കാം. ഇപ്പൊ ചിലപ്പോൾ അത് പക്ഷെ സൊസൈറ്റി കൊടുക്കുന്ന ഒരു സംഭവം കൂടെ ആയിരിക്കാം, നിനക്ക് ഇതായിരിക്കാം. പക്ഷെ അത് 1-2 പേരെ പറയത്തുള്ളൂ. ഒരു 3-ാമതൊരാൾ ചിലപ്പം മാറ്റി പറയാം. പക്ഷെ അത് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫസ്റ്റിലേ നമ്മൾ തന്നെ ചിന്തിക്കണം, എനിക്ക് ഒരു മാറ്റം വേണം. അതില് ബാക്കി ആര് പറഞ്ഞാലും ഞാൻ അതിൽ ബോധേഡ് അല്ല. അങ്ങനെ ഒരു സംഭവം കൊണ്ട് പുറത്തിറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒത്തിരി അതായത് ചിലവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ചേഞ്ച് എങ്ങനെയാ കണ്ടെത്തേണ്ടതെന്ന് അറിയില്ലാത്തവരുണ്ട്. അവരെ നമുക്ക് അങ്ങനെയുള്ളവരുണ്ടല്ലോ. നമ്മളോട് വരുവാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ ഹെയർ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും പുള്ളിന് നമ്മൾ പറഞ്ഞ അവളിപ്പം ഡൽഹിക്കാരനാണ്, അയാൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞാലും പുള്ളി ക്ലൈൻറ്റിനെ വരുത്തും. പുള്ളിനെ ക്ലൈൻറ്റിനെ വരുത്തിയിട്ട് ഫേസ് നോക്കിയിട്ട് മുടിയുടെ സ്റ്റൈല് നോക്കിയിട്ട് അയാൾക്ക് ചേർന്ന സ്റ്റൈല് പുള്ളിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ പണ്ട് തൊട്ടേ വെച്ചുകൊണ്ടിരിക്കുന്ന ഹെയർ സ്റ്റൈല് അയാൾ പുള്ളങ്ങ് മാറ്റിയിട്ട് പുള്ളി ഒരു ഹെയർ സ്റ്റൈല് കാണിച്ചു കൊടുക്കും. അത് മിക്ക ക്ലൈൻറ്റിനും ഇഷ്ടപ്പെടാറുണ്ട്. അതാണെങ്കിൽ അയാളുടെ ഒരു ഭയങ്കര പ്ലസ് പോയിന്റാണ്. ചിലപ്പോൾ നമുക്ക് ഒരു കണ്ടെത്താൻ പറ്റിയെന്നിരിക്കത്തില്ല, നമുക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് ഈ കണ്ണാടി നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ലോ, നമ്മൾ ടൂൾസ് ഒന്നും ഉപയോഗിച്ചല്ലോ ചെയ്യുന്നത്. അപ്പം വേറൊരാൾക്ക് അതൊരു കണ്ടുപിടിക്കാൻ കഴിയുക, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതാണ് ഈ ഫീൽഡിൽ തന്നെ വേറൊരാൾക്ക് നമ്മുടെ ഒരു ലൈഫിലേക്ക് കടന്നു വന്ന് നമ്മളെ മറ്റൊരു ഫേസ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത് നല്ലൊരു വെയില്. അതുകൊണ്ടാണ് ഈ ഫീൽഡിന് ഇത്രയും ആൾക്കാര് അതിനെ ഫോക്കസ് ചെയ്ത് നല്ല ഉയരങ്ങളിലേക്ക് എത്തിക്കാനും അതിലേക്ക് ആൾക്കാരും കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് പിന്നെയും പോവാനും ഉള്ള ഒരു അത്രയും കോമ്പറ്റീഷനും അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ബ്യൂട്ടി ഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും എടുത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ സ്റ്റാഫിങ്ങിന്റെ കാര്യം. ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളാണ്. ഇവിടുത്തെ സ്റ്റാഫുകൾ ഇത്രയും നല്ല രീതിയിൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ എങ്ങനെയാണ് ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തേക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്റ്റാഫിനെ വിളിച്ചായിരുന്നു. തുടങ്ങുന്നതിന് ഒരു 1/2 മാസം മുന്നേ തന്നെ വിളിച്ചായിരുന്നു. അപ്പം അവർ നമ്മുടെ ഇവിടെ വന്നു, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് പലരും പോയിട്ടുള്ള പല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. മാക്സിമം ഞാൻ പറഞ്ഞേക്കുന്നത് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്തെല്ലാം, ഇവൾക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്തെല്ലാം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് വന്നിട്ടുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ ചോദിച്ചിട്ട് അവരോട് അതാണ് ഇവിടെ മെയിനായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നത്, അത് വരരുത്. അതായത് ചിലയിടത്ത് അതിപ്പോൾ ഒരു മസാജിൻ്റെ കേസിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ട്രിം ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും, നമ്മുടെ ഈ ബാക്ക് സൈഡിലൊക്കെ നമ്മൾ ഈ മുടിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് മിക്ക ബാർബർ ഷോപ്പിലും ഒരു ചെറിയ ഫോറൻ ഉണ്ടാകാറുണ്ട്. ഞാൻ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം സ്പെസിഫിക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ തന്നെ ഒരു 1/2 മാസം മുന്നേ തന്നെ ആൾക്കാരെ വിളിച്ചായിരുന്നു. നമ്മുടെ തന്നെ ആൾക്കാരെ വെച്ച് തന്നെ ചെയ്ത് നമ്മുടെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ പോയി ഓരോരോ കുറ്റങ്ങളും കണ്ടുപിടിച്ച് കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് നമുക്ക് അവിടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നമ്മൾ ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളവരല്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ടൊന്ന് അതായത് സലൂണിൽ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റിസ്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്രയും നേരത്തെ അവരെ വിളിച്ച് അവരോട് ഡെയിലി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യണം എന്നല്ല, കാരണം പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ നമുക്ക് നല്ല സജഷൻസ് അവർ ഇങ്ങോട്ട് തരുന്നുണ്ട്. നമുക്കറിയില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സലൂണുകളിൽ നിന്നും ചെറുപ്പം മുതലേ, കാരണം ഇവർക്ക് ടെക്നിക്കൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്ത് നോളജ് ഉണ്ടാക്കിയവരെക്കാളും കൂടുതൽ അവരുടെ പ്രാക്ടീസ് കൊണ്ട് അവർ ചെയ്തേക്കുന്നതാണ്. പല സ്ഥലത്ത് നിന്ന് അങ്ങനെയാണല്ലോ മിക്ക ഇതിലും അങ്ങനെയാണ്. അപ്പോൾ അവർ ഇന്ത്യയിലെ കുറേ സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്തവരുണ്ട്. കേരളത്തിലെ പല ജില്ലകളിൽ പല ഫേമസ് ആയിട്ടുള്ള സലൂണുകളിലും പാർലറുകളിലും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ ഫീൽഡിൽ നമ്മളെക്കാളും നമ്മളധികം പറയും. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറും അവരുടെ ഒരു ടേസ്റ്റും അനുസരിച്ചുള്ള സംഭവമാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. കറക്റ്റ് കസ്റ്റമറുമായിട്ട് വരുമ്പോൾ അവരുമായിട്ടുള്ള അത്യാവശ്യം ഇന്ററാക്ഷൻ ഒക്കെ നടത്തിയിട്ട് അവരുടെ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവർ എല്ലാ സർവീസും കൊടുക്കുന്നത്. എല്ലാവരും 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് നല്ല റിവ്യൂ പറഞ്ഞാണ് എല്ലാവരും ഇറങ്ങുന്നത് ഇവിടെ. പണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലപ്പോൾ വരുന്നത് സ്ത്രീകളിലേക്കാണ്. മേക്കപ്പ് ചെയ്യുന്ന പെൺകുട്ടികളല്ലേ. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പുരുഷന്മാരാണെങ്കിലും ഇപ്പം അത്യാവശ്യം ഒരു പ്രോഗ്രാമും പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ മാറി തുടങ്ങി. എല്ലാവരും അത് ഈക്വലായിട്ട് ചെയ്തു തുടങ്ങി. എനിക്കും ഒന്ന് മര്യാദക്ക് നിൽക്കണം എന്നുള്ള തോന്നൽ വന്നു തുടങ്ങി. ആ മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ശരിക്കും? പിന്നെ അത് ഇപ്പോഴെന്നല്ല, കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് അത്. കാരണം
ഇപ്പോൾ ഒരു വെഡിങ്ങിന്റെ ഫംഗ്ഷൻ എടുത്താൽ അല്ലെങ്കിൽ അങ്ങനെ എടുക്കുവാണെങ്കിൽ തന്നെ പെണ്ണുങ്ങൾ അതായത് ലേഡീസ് നല്ലപോലെ മീൻസ് ഒരുക്കത്തിന്റെ ഇതല്ല പറഞ്ഞത്, ജെന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അവര് ഡ്രസ്സിലും നല്ല തിളക്കത്തില് കുറെ ഓർണമെന്റ്സ് ഇട്ട് മുഖത്തും ജ്വല്ലറി എല്ലാ സംഭവവും. പക്ഷെ ഇവർക്ക് ആ ഒരു ഡ്രസ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, ഫേസിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഒരു അവിടെ കോൺട്രാസ്റ്റ് ആയിരുന്നു അവരുടെ ഫേസ് തമ്മിൽ വരുന്നത് അല്ലേ. അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഇപ്പൊ എന്തായാലും ലേഡീസ് ഇടുന്ന അത്ര മേക്കപ്പ് ജെന്റ്സിന് ഇടാൻ പറ്റത്തില്ല. എന്നാൽ പോലും ആ കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കാനായിട്ട് രണ്ട് ടീം ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം. അല്ലാതെ ഇപ്പോഴത്തെ ഒരു കാലത്ത് വെഡിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ദിവസത്തെ ഒരുപാട് അത് ഒരു റിലീജിയൻ നോക്കിയിട്ടല്ല, അവർ കുറെ ഫംഗ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, റിലീജിയസ് ആയിട്ടുള്ളത് മാത്രമല്ല, ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അത് കൂടുതലും നൈറ്റ് കൂടി വരുവാണ്. അത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ഒരു മത്സരം പോലെ എടുത്തേക്കുന്ന ഈ സംഭവം. അപ്പൊ അങ്ങനെ കാണുമ്പോ ഇവര് അതായത് ലേഡീസ് നിൽക്കണ ഒപ്പം തന്നെ ജെന്റ്സ് അല്ല ഞങ്ങൾ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മേക്കപ്പ് ഒന്നും വേണ്ട. അത് ഞാൻ യോജിക്കുന്നേ. അങ്ങനെ തന്നെ ആവട്ടെ, നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു, കുഴപ്പമില്ല. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം എത്താൻ വേണ്ടി നിക്കാൻ വേണ്ടിട്ട് ജീവിച്ചു പോകാൻ വേണ്ടി ചെയ്യുന്നു. ശരിക്ക് ബ്രദർ ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട് തന്നായിരുന്നു ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ഇടുന്നത് കല്യാണത്തിനാണ്. അത് മേക്കപ്പ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു ടച്ചപ്പ്. ഞാൻ ആ സമയത്ത് ഷിപ്പിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ഒന്ന് മുഖമൊക്കെ ഫുൾ ഡള്ളായിരുന്നു. അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് ഒരു ഡീറ്റാൻ ചെയ്തു. അതാണ് എൻ്റെ ഫസ്റ്റ് ഡീറ്റാൻ. അത് സത്യം പറഞ്ഞാൽ അതിന് ശേഷമാണ് സത്യം മനസ്സിലായത് ഈ ഡീറ്റാനിലുള്ള ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ റിസൾട്ട്. അതിന് ഞാൻ ചെയ്യുന്നതിനേക്കാളും അതായത് ഞാൻ അങ്ങോട്ട് ഒരു സംഭവം ചെയ്യണം അല്ലെങ്കിൽ പാർലറിൽ പോകണമെന്ന് അല്ലെങ്കിൽ സലൂണിൽ പോകണം എന്ന് പറയുന്നേക്കാളും കൂടുതൽ എന്നോട് ഇങ്ങോട്ടാണ് പോയി ചെയ്യാൻ പറയുന്നത്. അല്ല, അതിന്റെ കാരണം ഇതൊന്നുമില്ല, നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. ഇപ്പം നമ്മൾ ആദ്യം മേക്കപ്പ് കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ സബ്ജക്റ്റ്. നോർമലി എല്ലാവരും ജെന്റ്സ് അങ്ങനെയാണ് കൂടുതലും ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനാ അതിന്റെ ആവശ്യം എന്താ? അത് എമൗണ്ടിന്റെയോ റേറ്റിന്റെയോ സമയം പോകുന്നതിന്റെ അല്ല, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നതെന്ന്. നിങ്ങൾക്ക് സാധാരണ ഒരു ദൈവം തന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതിലേക്ക് നിന്നാ പോരെ, അല്ലെങ്കിൽ ഇതൊക്കെ പോരെ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. അല്ല, നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക്. ഡീറ്റെയിലൊക്കെ ചെയ്തപ്പോൾ ആ ഒരു മാറ്റം മനസ്സിലായി, ഭയങ്കരമായിട്ട് മനസ്സിലായി. അതിനെ കണ്ണാടി നോക്കി ഷിപ്പ് വെച്ച് കണ്ണാടി നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് നല്ലപോലെ വെയിലുണ്ട്, പുകയടിക്കുന്നുണ്ട്. എഞ്ചിൻ റൂമിലാണല്ലോ, നമ്മൾ എഞ്ചിനീയറാണ്. അപ്പം പുകയടിക്കുന്നുണ്ട്, അപ്പം നല്ല ചൂടാണ് എഞ്ചിൻ റൂമിൽ. പുറത്തിറങ്ങുമ്പോൾ നല്ല വെയിലാണ്. അത് ആ സമയത്ത് എനിക്ക് ആഫ്രിക്ക ഏരിയ കൂടെ ആയിരുന്നു സെയിലിങ്. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് ഡള്ളായി മുഖമൊക്കെ നല്ല ഒരു ഇരുണ്ട് കരുവാളിച്ചെന്ന് പറഞ്ഞ ഒരു നമ്മളെ തന്നെ ബിസിനസ് വേണ്ടി പറയുന്നതല്ല, അന്നേ പറഞ്ഞു സലൂണിന്റെ ചിന്ത പോലും. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നിട്ടാണ് ഒന്ന് എന്നോട് പെങ്ങളാ പറയുന്നത്, ചേട്ടാ ഒന്ന് ഡീറ്റെയിൽ ചെയ്യും, ഒരു ഫേഷ്യലൊക്കെ ചെയ്യാൻ പറഞ്ഞു. അന്നേരം കല്യാണത്തിന് 2.5 ആഴ്ച കണ്ട ഗ്യാപ്പുള്ളൂ. പക്ഷെ ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം അവിടെ കൊണ്ടുപോയി നേരത്തെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. തലേദിവസം ചെയ്തിട്ട് കാര്യമില്ല, ആ നേരത്തെ ചെയ്തിട്ട് കല്യാണത്തിന് ആ നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഫിക്സേഷൻ പെട്ടെന്നായിരുന്നു. ആ ഫിക്സേഷന്റെ ഫോട്ടോയും കല്യാണത്തിന്റെ ഫോട്ടോയും കണ്ടാൽ തിരിച്ചറിയാം വ്യത്യാസം. കല്യാണത്തിന് വന്നപ്പോഴത്തേക്കും നമ്മളങ്ങ് മാറി, കാരണം നമ്മുടെ ആ സ്കിന്നിന്റെ ആ ടോൺ തന്നെ മാറി. അതിനുശേഷമാണ് എനിക്ക് ഈ ഫീൽഡിനോട് ഇതൊരു ഗുണമുള്ള ഫീൽഡാണെന്ന് എനിക്ക് മനസ്സിലായത്. പൈസ ചുമ്മാ കളയലല്ല, ഇതൊക്കെ ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ ഈ അടുത്ത് നമുക്കിങ്ങനെ കുറെ കൊളാബൊക്കെ വരുമല്ലോ, ഒരു പാർലറിന് ഇതുള്ളൊരു കൊളാബ് ചെയ്തപ്പോൾ ഞാൻ അവരുടെ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഈ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഈ ഡീറ്റാനൊക്കെ. സത്യം ഈ പറഞ്ഞ കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലായേ. നമ്മൾ അഡിക്റ്റ് ആവും, കാരണം മീൻസ് ഇനിയും ചെയ്യാൻ തോന്നുന്നു നമുക്ക്. കാരണം നമുക്ക് ഇനി എന്തെങ്കിലും നല്ലൊരു പരിപാടി വരുമ്പോൾ ഓക്കെ ഒന്ന് ചെയ്തേക്കാം, മാറ്റം ഉണ്ടെന്ന് മനസ്സിലാവും. അതങ്ങനെയാണല്ലോ, നമുക്ക് കളർ ഉണ്ടാക്കുക വെളുക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഒരു സ്കിന്നിന്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി നമ്മളിത് പുറത്ത് കാണിക്കുക. കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഡള്ളായിട്ടിരിക്കാതെ നമ്മുടെ സ്കിന്നിന്റെ ഒരു ബ്യൂട്ടി കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്താ പറയാ, എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റുന്നല്ലോ, നമ്മുടെ ഓൾറെഡി വെളുപ്പിച്ച് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കളറ് വേണം, വെളുക്കണം, അതിന് വേണ്ടിയിട്ടല്ല. നമുക്കുള്ള സൗന്ദര്യം അത് കാണിക്കുക, അത്രേ ഉള്ളൂ. അതിനെ നശിപ്പിച്ച് താഴോട്ടാക്കരുത്, അത് കൂടുതൽ എൻഹാൻസ് ചെയ്ത് നല്ലപോലെ പ്രൊജക്ട് ചെയ്ത് നല്ലപോലെ അവതരിപ്പിക്കുക എന്നുള്ളത്. കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നിൽക്കുക, എല്ലാവരുടെയും മുഖത്തിനൊരു ഭംഗിയുണ്ട് അല്ലേ. നമ്മുടെ മമ്മൂട്ടി നോക്കി, പ്രായം നോക്കി, അതായത് കെയർ ചെയ്താല്
എന്തും നല്ല രീതിക്ക് തന്നെ ഇരിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കാത്ത കാര്യം അത് തന്നെയാണ്. അതെ ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് പ്രായം കഴിയുമ്പോഴല്ലോ നമ്മൾ എല്ലാവരും തിരിച്ചു വരാൻ ആഗ്രഹിക്കും ആ ഒരു ലുക്കിലേക്ക്. പക്ഷെ അത് നടക്കത്തില്ല. കൈവിട്ട് പോയിട്ട് വേണ്ട കാര്യമില്ല. അതിന് മുന്നേ നമ്മൾ നമ്മുടെ ഇത് കൺട്രോൾ ചെയ്ത് അതിനധികം ചെലവ് വേണമെന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്ന സമയത്ത് ചില എന്തൊക്കെ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം നിൽക്കാം. ഒത്തിരി എക്സ്പെൻസ് ചെയ്യുന്നില്ല. എക്സ്പെൻസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അതല്ലാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നിനെ ചെയ്യാം. പക്ഷെ ഇതൊക്കെ പറയെങ്കിലും നമ്മുടെ ഒരു സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതാണ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്കത്, അതിപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. നമ്മൾ ഇതിനെപ്പറ്റി കുറെ പറഞ്ഞാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് മാറ്റി വെച്ചാലേ, റെഗുലർ ആയിട്ട് ചെയ്താലേ റിസൾട്ട് ഉള്ളൂ. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അറിവുണ്ടാവും, പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രയത്നിച്ചാൽ അതാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം, ഇപ്പൊ നേരത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയിന്ന് പറഞ്ഞപ്പോ പറയാണ്, ഇപ്പോ അവിടെ ഈ മുടിക്ക്, അതായത് എല്ലാവരുടെയും മുടി വ്യത്യാസമുള്ളതാണ്. അവിടെ കൂടുതൽ ട്രിം ചെയ്യാൻ കട്ടിംഗ് എന്നൊരു ഓപ്ഷൻ ഇല്ലല്ലോ അവിടെ. ഇല്ല, എല്ലാവരും ഒരു കുറ്റിമുടിയാണ്. പിന്നെ രണ്ടാമത് ഒരു മറ്റേ നമ്മുടെ എന്താ പറയുന്ന ഈ മുടി കെട്ടി വെക്കുക, വലിച്ചു കെട്ടി. രണ്ട് ടൈപ്പ് അവിടെ കാണാറുള്ളൂ. അവർക്ക് സത്യം പറഞ്ഞാൽ അവിടെ വെള്ളമില്ലല്ലോ. അവിടെ കുളി തന്നെ വളരെ കുറവാ. മുടി കഴുകലും വളരെ കുറവാ. മുടി കഴുകുന്നല്ല, കുളി തന്നെ കുറവാ. മുടി കഴുകിയാൽ തന്നെ ഇല്ല അവിടെ സംഭവം. അത് അവിടെ ദേഹത്തൊക്കെ ഒന്ന് വെള്ളം ഭയങ്കര ഷോർട്ടായിരുന്നു. ആഫ്രിക്ക ഒരുമാതിരിപ്പെട്ട മൊത്തത്തിൽ തന്നെ കറങ്ങിയിട്ടുണ്ട്. ആ ഒരു ഈസ്റ്റ് തൊട്ട് വെസ്റ്റ് സൗത്ത് എല്ലാം കറങ്ങിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ പോലത്തെ ഈ ലോങ് ഹെയർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര, അവര് ലോങ് ഹെയർ ഉള്ളവരുണ്ട്. പക്ഷെ അതുപോലും പിന്നെ ഇട്ടേക്കുക, അത് പെർമനന്റ് ആയിട്ട് വെച്ചേക്കുക. അവരത് മാറ്റുമല്ല അങ്ങനെ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആ ഒരു സ്റ്റൈലൊക്കെ ചിലവര് നമ്മള് മിക്സഡ് ആയി കൊടുക്കും. എല്ലാ ട്രെൻഡും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രി ഏതാ കണ്ടേക്കുന്നത്? ഏറ്റവും സൗന്ദര്യത്തിന് പ്രാധാന്യം ഞാൻ കണ്ടാക്കുന്നതിൽ അറേബ്യൻ കൺട്രീസില്ല കൂടുതലും ഞാൻ കണ്ടാക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അവര് ആണുങ്ങളുടെ കാര്യം കേട്ടോ, പെണ്ണുങ്ങളുടെ കാര്യമില്ല പറഞ്ഞോ. ആണുങ്ങളുടെ കാര്യം നോക്കുവാണെങ്കിൽ അവർ അതുകൂട്ട് ഫുഡുകൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. ശരീരത്തിന് നല്ലതല്ല, ബോഡിക്ക് നല്ല, സ്കിന്നിന് നല്ലതുകൊണ്ട് ഒരുപാട് അതുകൂട്ട് ഫുഡുകൾ തന്നെ കഴിക്കുന്നുണ്ട്. അതിപ്പം നമ്മുടെ ഈന്തപ്പഴം തൊട്ട് നോക്കുവാണെങ്കിൽ, കുങ്കുമമാണെങ്കിൽ പോലും അവരതിനുവേണ്ടി പൈസ മാറ്റി വെക്കുക. ഒലിവിനാണെങ്കിൽ പോലും അതിനുവേണ്ടി പൈസ, ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊന്നും ഒലിവിന് വേണ്ടി ഒന്നും പൈസ മാറ്റി വെച്ച് ഇത് മേടിച്ച് കഴിക്കണം. അതാണെങ്കിലും ബദാമാണെങ്കിലും കുറച്ച് ഐറ്റംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതെല്ലാം സ്കിന്നിന് നല്ലതാ, ശരീരത്തിന് നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് അത് കണ്ടാക്കുന്നത് കൂടുതൽ അറേബ്യൻസ് കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ലെബനോണിൽ കുറച്ച് കുറുവ് എൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരും ഇങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് സ്കിന്നിന് വേണ്ടി നോക്കുന്നുണ്ട്, പുറത്തുനിന്ന് വരത്തി അവർ ഒലീവ് കഴിക്കുന്നത്. അവർ കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെയാണ് ശരിക്കും ഒന്നും നോക്കാത്തല്ലേ. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ പോയി. അതായിരുന്നു. പക്ഷെ ഇത് എക്സ്റ്റേണൽ ബ്യൂട്ടി, നമ്മൾ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഫുഡ് ഇന്റേണലി നമ്മൾ എന്നാലാണ് സസ്റ്റെയിൻ ചെയ്യുള്ളൂ. പറയാൻ എളുപ്പമാണ്, അതാ ഞാൻ പറഞ്ഞേ. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പൈസേനേക്കാളും ഉപരി സമയം മാറ്റി വെച്ച് അതിൽ ഫോക്കസ് ചെയ്താലാണ് സക്സസ് ആവുന്നത്. നമ്മുടെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഫുഡുകൾ ഒന്ന് രണ്ടെണ്ണം പറയാമോ? അത് ഡിപ്പെൻസ്, നമുക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നല്ലൊരു സ്കിന്നിന് വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നത് നല്ലപോലെ വെള്ളം കുടിക്കാന്ന് പറയും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. വെള്ളം കുടിക്കുക. പക്ഷെ അതാ പറഞ്ഞേ, ഞാൻ പറയുന്നത് കൂടുതൽ ഇപ്പൊ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പല സമയങ്ങളിലും പറ്റാറില്ല. നമുക്കത് അറിവ് മനുഷ്യനുണ്ടാവും, അത് ചെയ്യാനാണ്. അതിനനുസരിച്ച് നമുക്ക് കൊണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടായിരിക്കാം, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ചെയ്താൽ മാത്രമാണ് അതിന്റെ റിസൾട്ട് ഉള്ളൂ. ഇത് നമുക്ക് ഒരു നോളജ് കിട്ടാൻ ഇപ്പം ഒരു സ്ഥലത്തും പോയി പഠിക്കണം എന്നില്ല. നമുക്ക് അതിനുള്ള കാലഘട്ടം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് അറിയാവുന്നവരും ആയിരിക്കാം. നമ്മൾ ആരും പറഞ്ഞ് ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാന്നൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ കൊണ്ട് എല്ലാം കാര്യം. ഫുഡാ ഇപ്പൊ ഏറ്റവും നന്നായിട്ട് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഈ പറഞ്ഞ ഒലീവിന്റെ സംഭവമൊക്കെ. പക്ഷെ നമ്മൾ അതൊന്നും
നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നവര് വളരെ കുറവാണ്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ പാല് അതൊക്കെ അതെ, പക്ഷെ പപ്പായ അതൊക്കെ എക്സ്ട്രാ ഇന്റേണലും നല്ലതാണ്. അല്ല നമ്മുടെ ഉണ്ടല്ലോ, ഞാൻ അവിടുന്ന് പുറത്തുനിന്ന് കേട്ട സംഭവമാണ്. അവർ പറഞ്ഞതാണ്, അറബിൻസ് പറഞ്ഞാണ്, അവർ ഫ്രൂട്ട്സ് നമ്മുടെ ഈ പപ്പായ പിന്നെ അതൊക്കെ വറുത്ത് കഴിക്കാറുണ്ട്. അതല്ലാതെ തന്നെ അതുകൂട്ട് പഴങ്ങൾ കഴിക്കുമ്പം അവരുടെ ഡൈജസ്റ്റൻ അത് പ്രോപ്പർ ആയാലേ സ്കിന്ന് പ്രോപ്പർ ആവുന്നത് പറയുന്നത്. അതെ, നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും, അത് ഡോക്ടേഴ്സ് പറയുന്നതിലും കേട്ടിട്ടുണ്ട്, സ്കിന്നിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും റിഫ്ലക്ഷൻ വരുന്നത് അത് നമ്മുടെ സ്റ്റൊമക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് അത് കാണിക്കുന്നത്, സ്കിന്നിൽ അപ്പം തന്നെ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണല്ലോ നമ്മുടെ സ്റ്റൊമക്ക് കംപ്ലൈന്റ് ആവുന്നത്. ആ സംഭവം നമ്മുടെ സ്കിന്നിലും കൂടെ, നമ്മുടെ ഹെൽത്തിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിലും അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കാറ്. അത് സത്യമാണ്. അത് കൂടുതൽ ഇപ്പൊ ഞാനല്ല, ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സ്കിന്നിനെ പറ്റിയും ഉള്ള ഡെർമറ്റോളജിസ്റ്റുകളായിക്കോട്ടെ, സ്കിൻ സ്പെഷ്യലിസ്റ്റുകളായിക്കോട്ടെ, ബ്യൂട്ടി ആയിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്ന സ്പെഷ്യലിസ്റ്റുകളായിക്കോട്ടെ, അവരെല്ലാം പറയുന്ന കാര്യമാണ് നമുക്ക് അകത്ത് വരുന്ന സംഭവത്തിന്റെ എന്തെങ്കിലും ബാഡ് എഫക്ട് നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റുമെന്ന്. മെയിനായിട്ട് വെള്ളം കുടിക്കണം അല്ലേ? അത് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഡീഹൈഡ്രേഷൻ നമുക്ക് പല പല കളർ ഡിസ്കളറേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഫുൾ സ്കിന്ന് ഡള്ളാക്കാനായിട്ടുള്ള ഒരു സംഭവം വരാറുണ്ട്. ഇപ്പൊ മെയിനായിട്ട് ഇപ്പോഴത്തെ കുട്ടികളിൽ ഉറക്കക്കുറവാണ് മെയിനായിട്ട്. അവർ പഠിക്കുന്നത് കൂടാതെ മൊബൈൽ നോക്കിയിരുന്നൊക്കെ നേരങ്ങളൊക്കെ ഒരുപാട് വളരെ ഇപ്പോൾ ഉറങ്ങുന്ന സമയം പണ്ട് 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ഉറങ്ങണം എന്ന് പറഞ്ഞത് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഉറങ്ങിയാൽ മതി എന്നാണ് ഇപ്പൊ എല്ലാവരോടും പറയുന്നത്. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയായി. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഫേസിൽ ചുറ്റുമൊക്കെ ഡാർക്ക് സർക്കിളൊക്കെ വരുന്നത്. അത് മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെന്റ് എന്തെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ടോ? അതായത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെല്ലാം, അതായത് ഹെൽത്തിനെ ബേസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കുന്നതെല്ലാം ടെമ്പററി ആയിരിക്കും. അത് നമ്മുടെ ബ്യൂട്ടീനെ ആ ഒരു താൽക്കാലികമായിട്ടേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടത് ചെയ്താലേ റിസൾട്ട് ഉള്ളൂ. അത് നമുക്കൊരു ഒക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡാർക്ക് സർക്കിൾസിനോ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ, നമുക്ക് അതിനുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, അതിനു വേണ്ടിയുള്ള പ്രത്യേക മസാജുകളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു, ഈ സൈനസിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു നീർക്കെട്ടും ഡാർക്സും ഉള്ള ആള്. പക്ഷെ അത് കുറെ കാലങ്ങൾ കൊണ്ട് വന്നതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ വന്നപ്പോൾ സ്റ്റാഫ് അതിനെ കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞു ആ ആളുടെ ആ ഒരു നല്ല പ്രോപ്പർ ആയിട്ടുള്ള, കാരണം കുറെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നയാളാ, പക്ഷെ അതുകൊണ്ടൊന്നും ആൾക്കൊരു ഇത് കിട്ടുന്നില്ല. അപ്പൊ പറഞ്ഞു, ഇവരെ അടുത്ത് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതിനെ ആ കെട്ടി നിൽക്കുന്നതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു നല്ല പ്രോപ്പർ ആയിട്ടുള്ള അതിൻ്റെതായ രീതിയിൽ ആ പ്രഷർ പോയിന്റ്സും അതിൻ്റെ ഇത് കണ്ട് നല്ല മസാജിങ് ഉള്ള അതിൻ്റെ ഒരു എഫക്റ്റ് ഉള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഫേഷ്യലും ക്ലീനപ്പും കാര്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അത് കൊടുക്കുമ്പോൾ അതിനൊരു 100% ഗ്യാരണ്ടി പറയുന്നില്ല, എന്നാലും ഒരു 80% അതിനൊരു ഗ്യാരണ്ടി കൊടുക്കാമെന്ന് പറയുന്നത്. അത് എനിക്ക് ഒരു പുതിയൊരു അറിവാണ്. നമ്മുടെ ഒരു മേഖല കൊണ്ട് ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ മാറ്റാം, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാന്നുള്ളത്, അത് എന്നെ സംബന്ധിച്ച് ഞാനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കില്ല. നമ്മളൊരു സലൂണിൽ പോയി, ഹോസ്പിറ്റലിൽ പോയി, അല്ലെങ്കിൽ ഒരു ആയുർവേദ കേന്ദ്രത്തിൽ പോയിട്ട് ചെയ്യാന്നുള്ളത് വേണമെങ്കിൽ ചിന്തിച്ചു എന്നിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു സലൂൺ ഫീൽഡിൽ വന്നിട്ട് അങ്ങനെ ചെയ്യാന്നുള്ള സംഭവം പക്ഷെ അതുണ്ടല്ലോ, കൃത്യമായിട്ട് പ്രഷർ പോയിന്റ്സും കാര്യങ്ങളും അറിഞ്ഞ് മസാജ് ചെയ്യുന്നവർക്കൊക്കെ കാര്യമുള്ളൂ. എവിടെ പോയാലും എനിക്ക് മസാജ് ചെയ്തത് മാറ്റി തരാമെന്ന് ഉത്തരം ആ പ്രഷർ പോയിന്റിൽ കൂടെ ആ നെർവ്സിന്റെ ലൈൻ പോകുന്ന വഴി കൂടെ മസാജ് ചെയ്ത് കൊടുക്കാൻ അറിയാവുന്നവർക്ക് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ആ സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ പറ്റിയത്. കാരണം അവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നമുക്കും എനിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഈ ഫീൽഡ് ആണെങ്കിൽ പോലും അങ്ങനെ കേൾക്കുന്നത് ഭയങ്കര ഒരു സന്തോഷം. നമ്മുടെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരാൾക്ക് സജഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണല്ലോ. ഇതേപോലെ തന്നെയാണ് ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം, ഈ ഡാൻഡ്രഫിന്റെ. ഈ യാത്ര ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ, വെള്ളം മാറി കുളിക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് നമ്മളിവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം അത് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം ആണ്. കാരണം ഇല്ലാന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും തന്നെ. അല്ലെങ്കിൽ ഡെയിലി അതുപോലെ നന്നായിട്ട് കെയർ ചെയ്യും. കാരണം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് അങ്ങനെ ഈ ഹറിബറി ആയിട്ട് നടക്കുന്നവർക്ക് അങ്ങനെ ഫുള്ളായിട്ട് കെയർ ചെയ്യാൻ പറ്റുമെന്ന് ഇരിക്കത്തില്ല. ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ട്രാവലിങ്ങും അതും സ്ലീപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിനുള്ള നല്ല ട്രീറ്റ്മെന്റ്സ് നമുക്ക് ഉണ്ട്. സ്പായുടെ നല്ല സ്പാ ഉണ്ട്, ഹെഡ് സ്പാ, ഹെയർ സ്പാ, ലക്ഷറി ഉണ്ട്, പ്രീമിയം, അങ്ങനെ പല ക്വാളിറ്റി തിരിച്ച് നമുക്ക് കൊടുക്കുന്നുണ്ട്. നോർമൽ സ്പാ തൊട്ട് പ്രീമിയം അൾട്രാ ലെവൽ വരെയുള്ള സംഭവം. അതിലെല്ലാത്തിലും ഓരോ പ്രത്യേകത ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് വന്നേക്കുന്നത്. ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ പോലെയാണ് ഇവിടുത്തെ ഓരോ സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പോൾ അതുപോലെ മറിയം ഡിസൈൻസ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഇവിടുന്ന് ഡ്രസ്സ് കൊടുക്കുക, ആഭരണങ്ങൾ കൊടുക്കുക,
മേക്കപ്പും ചെയ്യുക, അല്ല എല്ലാം കൂടി ഒറ്റ പാക്കേജിൽ കിടക്കും. ഇപ്പം മറൈൻ ഡിസൈൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഉള്ള സ്റ്റോക്ക് ഭയങ്കര രസമാണ്. നല്ലൊരു പ്രീമിയം കളക്ഷൻസാണ് അവിടെ ഇരിക്കുന്നതെല്ലാം. അതുപോലെ നല്ല പാർട്ടി വെയർ നല്ല ഡ്രസ്സുകൾ അവിടെ ഉണ്ട്. ഇതൊക്കെ ആരാണ് ഇത്? നിങ്ങൾ നേരിട്ട് തന്നെ പോയി പർച്ചേസ് ചെയ്യുന്നതാണോ? എല്ലാ ഡ്രസ്സും നമ്മൾ അവിടെ വെച്ചേക്കുന്ന സകല സ്റ്റോക്കും ഞങ്ങൾ നേരിട്ട് പോയി സെലക്ട് ചെയ്തേക്കുന്നതാണ്. ഒന്നും ഓൺലൈൻ ചെയ്യണ മോശമെന്നല്ല, പക്ഷെ നമ്മളൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഫോൾട്ട് പറ്റരുതെന്ന് വിചാരിച്ച് സാരീസ് ആണെങ്കിൽ ഞങ്ങൾ നേരിട്ടെല്ലാം കാഞ്ചീപുരം പോയി ഞങ്ങൾ തന്നെ നോക്കി എല്ലാം സെലക്ട് ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി മെറ്റീരിയൽസ് ആയിക്കോട്ടെ ഞങ്ങൾ കാഞ്ചീപുരം ആണെങ്കിൽ പോലും നമ്മൾ ചുമ്മാ കടയിൽ നിന്ന് എടുക്കുമല്ലേ ഇതൊക്കെ തന്നെ കയറി, അതായത് ചുമ്മാ ഷോപ്പിൽ കയറി എടുക്കുമല്ലേ ഇതൊക്കെ. അവരുണ്ടാക്കുന്നതും കണ്ട് ബോധ്യപ്പെട്ട് അതിന്റെ തെറിയും നീളവും അതിന്റെ ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സിൽക്കിന്റെ ക്വാളിറ്റി, നമുക്ക് അതിന്റെ തെറിയുടെ എണ്ണം ഉണ്ട്. അത് കൂട്ടിയും കുറച്ചും അത് കൂടുന്നതനുസരിച്ചാണ് റേറ്റ് കൂടുന്നത്. പക്ഷെ അത് കുറഞ്ഞ റേറ്റ് അല്ല, കുറഞ്ഞ എണ്ണ ഉള്ളത് അത് കൂടിയ ക്വാളിറ്റിക്കാണ്. സെയിം ക്വാളിറ്റി അതുകൊണ്ടാണ് വിൽക്കുന്നത്. സെയിം ഡിസൈന് സെയിം തുണി കാര്യങ്ങളൊക്കെ, പക്ഷെ അതിന്റെ ലാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അതൊക്കെ നമ്മൾ നേരിട്ട് ഒരുപാട് ക്ലയൻസ് അതിനനുസരിച്ച്, അതായത് പൈസ നമ്മൾ ചെലവാക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ആ ഒരു ഇതല്ല നമുക്ക് ക്വാളിറ്റി അല്ല കിട്ടുന്നത്. പക്ഷെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ഫീൽഡില്, കാരണം ഞങ്ങൾ അത് അവിടെ നേരിട്ട് പോയപ്പോ കണ്ട ഒരു കാര്യമാണ്. ഇവിടെ വരുമ്പോ അതൊക്കെ പറ്റിക്കപ്പെടരുതെന്നുള്ള ഒരു ബോധ്യം കാരണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ പോയി അതിനെപ്പറ്റി പഠിച്ചിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ട് അത് കൊടുക്കാന്ന് വിചാരിച്ചത്. നമ്മളൊരു 3-4 ദിവസം അവിടെ പോയി താമസിക്കുക ചെയ്തത്. ആദ്യത്തെ 2 ദിവസം നമ്മൾ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പലയിടത്ത് കയറി ഇറങ്ങി അവിടുത്തെ അമ്പലങ്ങളും തെറികളും എല്ലാം കയറി കണ്ട് അതിനെപ്പറ്റി പഠിച്ചു, പലരോട് സംസാരിച്ചു, പറ്റിക്കുന്നവരോട് സംസാരിച്ചു, നല്ലവരോട് സംസാരിച്ചു. അല്ല പിന്നീട് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നീടാണ് ഓരോന്നും കയറി നമ്മൾ ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയത്. സാരികൾ എടുത്തെടുത്ത് ഒരു 5 ഒരിടത്തുനിന്ന് എടുക്കും, 10 വേറെ എടുത്ത് എടുക്കും. അങ്ങനെ കണ്ട് എടുത്തെടുത്ത് നമ്മൾ വണ്ടി നിറച്ച് ഇറക്കി അവിടുത്തെ പൾസ് മനസ്സിലാക്കി തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ പല സ്ഥലത്ത് കയറുമ്പോൾ വ്യത്യാസം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മളും പഠിക്കൂലോ കാര്യങ്ങള്. ശരിക്കും നേരെ പോയി ഒരു സാധനം എടുക്കരുത്, ഒന്ന് അന്വേഷിച്ച് നടക്കണം. നമ്മൾ നമ്മുടെ വണ്ടിക്ക് തന്നെ പോയി അവിടെ പോയി കടന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവിടെ എല്ലാം ചുറ്റി, കാഞ്ചീപുരം മുഴുവൻ ചുറ്റി. നമ്മളൊരു 10 കടയിൽ നിന്നാണ് സാധനം എടുത്താക്കുന്നത്, ഒരു കടയിൽ നിന്നല്ല. വെച്ചാൽ 10 ഈ ഷോപ്പല്ല കേട്ടോ, യൂണിറ്റ് തപ്പി നമുക്ക് കണ്ട് ബോധ്യപ്പെട്ട് അവർ പറഞ്ഞത് ബോധ്യപ്പെട്ട് അങ്ങനെ എടുത്താക്കുന്നത്. ഇപ്പം നമ്മൾ അതിനകത്ത് നിന്നും ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ തന്നെ ഈ 10 കടയിൽ പോകേണ്ട കാര്യമില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് തോന്നുന്ന കടകൾ മാർക്ക് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്ത് വെച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമറിന് ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും പലതും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഒരുപാട് തപ്പി നടക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വന്നാൽ മതി, കറക്റ്റ് സാധനം ഇവിടെ കിട്ടും. നമ്മൾ കാഞ്ചീപുരത്ത് ചെന്നാൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന 50% ആയിരിക്കില്ല. അത് കാഞ്ചീപുരത്ത് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ പറ്റിക്കപ്പെടുന്നുണ്ട് പലരും. ഒരുപാട് കേട്ടിട്ടുണ്ട് കല്യാണത്തിനൊക്കെ വേണ്ടിട്ട് ഇവിടുന്ന് വണ്ടി അവർ തിരക്കിട്ട് അങ്ങോട്ട് പോകുന്നു, സമയമില്ല. ഒന്നാമത്തെ കല്യാണം ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം അങ്ങേയറ്റ സമയം, അതും ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. അത് ഒരു കട കണ്ടു വെക്കുന്നു, കട കയറുന്നു, അല്ലെങ്കിൽ 2 കട കാണുന്നു, 3 കട കയറുന്നു എന്നതൊക്കെ എടുത്തോണ്ട് വരുന്നു. പക്ഷെ അങ്ങനെ നോക്കിയുണ്ടല്ലോ നല്ലപോലെ പറ്റിക്കപ്പെടും. നമ്മൾ നല്ലപോലെ ക്വാളിറ്റിയിൽ നമ്മൾ പ്രൈസ് കൊടുക്കുന്നതിന്റെ ക്വാളിറ്റി കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ലുക്ക് വൈസ്, കാരണം അത് നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വെച്ച് ഇഷ്ടപ്പെടുന്ന എടുക്കുന്നു എന്നുള്ളതല്ലേ. അവിടെയല്ല നമ്മൾ കബളിപ്പിക്കപ്പെടുന്നത്. നമ്മൾ ആ കൊടുക്കുന്ന പ്രൈസിനുള്ള തിരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല. സിൽക്ക് ആ പ്യുവർ സിൽക്ക് ആയിരിക്കില്ല നമുക്ക് തരുന്നത്. പിന്നെ കാഞ്ചീപുരം സിൽക്ക് അല്ല, അവിടെ ബാംഗ്ലൂർ സിൽക്ക് വരുന്നുണ്ട്. ബാംഗ്ലൂർ സിൽക്ക് അതാണ് കുറെ ആളുകളുടെ ഇടയിലേക്ക് മാറിപ്പോകുന്നത്. അപ്പൊ അവർക്ക് വില കുറച്ച് കൊടുക്കാനും പറ്റും. മനസ്സിലാവില്ല, ഒരു കാരണവശാലും മനസ്സിലാവുന്നില്ല. അത് അവർ തന്നെ പറഞ്ഞു, നല്ലപോലെ അറിയാവുന്നവർക്ക് മാത്രം അതിന്റെ കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവത്തുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് ഇടുന്ന ഗോൾഡിന്റെ അളവ് ഇതെല്ലാം വ്യത്യാസമുണ്ട്. നമ്മളോട് കൂടിയ ഗോൾഡ് അതും പറഞ്ഞുകൊണ്ടായിരിക്കും കൊടുക്കുന്നത്. 3 ഗ്രാം 2 ഗ്രാം അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം മാറ്റിയായിരിക്കും തരുന്നത്. അപ്പൊ അങ്ങനെ വിലയിൽ ഒത്തിരി പറ്റിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതാണ് നമ്മൾ നേരിട്ട് പോയി നമ്മളല്ലേ 4 ദിവസം അവിടെ കടന്നു, 2 ദിവസം അന്വേഷിച്ച് നടന്നു, ബാക്കി 2 ദിവസം കൊണ്ടാണ് ഷോപ്പ് ചെയ്തത്. നമ്മൾ ഓരോന്ന് ഷോപ്പ് ചെയ്ത് വണ്ടിക്കകത്ത് വെക്കും, വണ്ടിക്കകത്ത് വെച്ച് അവസാനം ഒരുപാട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൽ പോകുന്ന പോലത്തെ അല്ല നമ്മുടെ കളക്ഷൻസ്, വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അത്
ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഇവിടെ വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടെൻഷൻ വേണ്ട, എടുത്ത് നോക്കിയെടുക്കണം, ഏതെടുത്താലും ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യം. നമുക്ക് ഒരുപാട് കാണുമ്പോഴാണ് കൺഫ്യൂഷൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെടുത്താലും ഇപ്പൊ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ തന്നെ കൊടുത്താൽ അത് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. വെരി നൈസ്. യൂണിഫോം ഒരു എല്ലായിടത്തും കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ ഒരു കല്യാണത്തിനൊക്കെ ആണെങ്കിലും ഇപ്പൊ ഇതേപോലത്തെ ഡ്രസ്സുകൾ ഞങ്ങൾക്ക് ഇന്ന കളർ കുറച്ച് വേണം, ഈ ടൈപ്പ് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഫുൾ പാക്കേജ് ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കും. പാക്കേജ് ഉണ്ട്. അപ്പൊ ഏത് ഡ്രസ്സ്, ഏത് പാറ്റേൺ, ഏത് കളർ പറഞ്ഞാൽ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡയബിൾ ഫാബ്രിക് എടുക്കാനുള്ള കാരണം. ഓക്കെ. അതും നമ്മൾ സൂറത്തിൽ നിന്ന് ഡയറക്റ്റ് പോയി ഓരോ മെറ്റീരിയൽ എടുത്ത് തുറന്ന് നോക്കി എടുത്തിട്ട് വന്നേക്കണേ. ഓ, എല്ലാത്തിലും ഡിസൈൻ നോക്കിയിട്ട് കയറ്റി അയച്ചേക്കാൻ പറഞ്ഞൊരു സാധനം നമുക്കില്ല. പോയി കണ്ട് നമ്മുടെ കൈ കൊണ്ട് തുറന്ന് നോക്കി അടച്ചു വെച്ച് ഓക്കെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ വിചാരിച്ചു എന്താണ് ഇവിടെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്, ഒന്ന് നേരിട്ടോന്ന് അറിയാതെ വിചാരിച്ചാണ്. എന്തായാലും ഈ ഒരു എന്താ പറയുക, ഇതേപോലത്തെ സേവനമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരിലേക്കും എത്തേണ്ടത്. നമുക്ക് എവിടെ ചെല്ലും ഏറ്റവും ബെസ്റ്റ്, ഒരു വിശ്വാസമാണ് നമുക്ക്. അതെ, ഞാനും ഓർക്കുന്നത്ര കാര്യമേ ഉള്ളൂ, ക്വാളിറ്റി കുറയ്ക്കാൻ പറ്റത്തില്ല. കച്ചവടം കുറച്ച് പതുക്കെ വരുള്ളായിരിക്കും, എന്നാൽ പോലും ക്വാളിറ്റി കുറച്ചിട്ടുള്ള പരിപാടി വേണ്ട നമുക്ക്. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ പ്രൊഡക്റ്റ് ആണെങ്കിലും അവിടുത്തെ മെറ്റീരിയൽ ആണെങ്കിലും ക്വാളിറ്റി കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം അടുത്തടുത്തുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ നമ്മളൊരു ഇവിടെ ബ്യൂട്ടി പാർലറിലേക്ക് എത്തുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ തന്നെ ഡ്രസ്സ് കൊടുത്തിട്ട് പോകാൻ പറ്റി, അതും ഏറ്റവും ക്വാളിറ്റി ഉള്ളത്. ഇപ്പോൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എല്ലാവരും നേരിട്ട് തന്നെ കാഞ്ചീപുരത്ത് പോയിട്ടും സൂറത്തിൽ പോയിട്ടൊക്കെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ലിമിറ്റഡ് കളക്ഷൻ ആണെങ്കിലും ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇതാണ് കസ്റ്റമർക്ക് വേണ്ടത്. ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഒരു 30 ദിവസം കൊണ്ട് ആളുകളിലേക്ക് മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതലായിട്ട് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് എത്തിയേക്കുന്നത്. അത് അത്രയും നല്ല സർവീസ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതേപോലുള്ള സർവീസുകൾ എപ്പോഴും കൊടുക്കാൻ പറ്റട്ടെ. നിങ്ങൾക്കൊരു ടെൻഷനൊക്കെ ഉണ്ട്, ഒരു വർഷം നോക്കട്ടെ എന്നൊക്കെ. ഒരു വർഷമൊന്നുമല്ല, ഇനി വർഷങ്ങളോളം, ഇനി എവിടെ അടുത്ത ബ്രാഞ്ച് ഇടുന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം അത്രയധികം ആൾക്കാർ ഇപ്പോൾ നല്ല റിവ്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്തട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എറണാകുളവും വലിയ വലിയ ടൗൺ ഏരിയാസ് എല്ലാവരും നോക്കാറുണ്ട്. അവിടെയൊക്കെ ഓരോ ബ്രാഞ്ച് എത്രയും പെട്ടെന്ന് എത്തട്ടെ. എല്ലാവിധ ആശംസകളും നേരെയാണ് രണ്ടുപേർക്കും ഈ സ്ഥാപനത്തിനും. താങ്ക് യു.